നമസ്കാരം. ഗവിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗവിയിലെ KSEB ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ആദ്യമായി ഇനി എത്തിച്ചേരുക കൊച്ചുപമ്പ ഡാമിലെ മുകളിലൂടെയാണ്. ആ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. റിസർവോയറിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ കാണാം. കൊച്ചുപമ്പ വലിയ കൂടുതൽ വെള്ളമുള്ളതൊന്നുമല്ല. ഇനി നമ്മൾ കക്കി ഡാമിൻ്റെ മുകളിലേക്ക് എത്തും. അത് അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതാണ്. കക്കി ഡാമിൻ്റെ പല ഭാഗത്തു കൂടി നമ്മൾ കടന്നു പോകും. അപ്പോൾ കക്കി ഡാമിൻ്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് പല ഡാമുകളാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അത് പല ഡാമുകളൊന്നുമല്ല, ഒരേ റിസർവോയറിൻ്റെ പല ഭാഗങ്ങളിലെ കെട്ടുകളായിട്ടാണ് അത്. അങ്ങനെ കക്കി ഡാമിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. അതിൻ്റെ റിസർവോയറൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ ഡാമിൻ്റെ ഒക്കെ മുകളിലൂടെയാണ് നമ്മൾ ഈ വിനോദയാത്ര കടന്നു പോവുക. അത് KSRTCയുടെ ബസ്സാണ് ഈ വഴി കടത്തി വിടുന്നത്. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ വളരെ കുറഞ്ഞ എണ്ണമാണ്. പ്രത്യേകം പാസ്സൊക്കെ എടുത്തതിന് ശേഷമേ നമ്മൾ കടത്തി വിടുള്ളൂ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും സുഖം നമുക്ക് KSRTCയിലാണ്. KSRTCയിലാവുമ്പോൾ ഒരു ഉയരത്തിലിരുന്ന് നമ്മൾ വിഷ്വൽസൊക്കെ നന്നായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചെറിയ കാറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എത്ര ഒന്നും ഭംഗിയായിട്ട് കാണാൻ കഴിയില്ല. ഏറ്റവും നിങ്ങൾ പോവുകയാണെങ്കിൽ കുമളിയിലൊക്കെ വണ്ടി നിർത്തി നമ്മൾ KSRTC പിടിച്ചാൽ മതി. പത്തനംതിട്ടയ്ക്കുള്ള ഗവി രാവിലെ 5:45 എടുക്കും. ആ വണ്ടിയിൽ കയറിയാൽ നമുക്ക് നേരെ പത്തനംതിട്ടൻ്റെ വണ്ടി കയറിയാൽ അത് പോകുന്ന വഴി തിരികെ അവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ ഇങ്ങോട്ടും പോരാവുന്ന രീതിയിൽ നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഗവി ഏകദേശം മുഴുവനായിട്ടും നമുക്ക് കവർ ചെയ്യാൻ കഴിയും. കക്കി ഡാമിൻ്റെ ഒക്കെ ഒരു സൈഡ് വലിയ കൊക്കയാണ് കേട്ടോ, വലിയ കൊക്കയാണ്. ഇത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നതാണ് തോന്നുന്നത്. ഏതായാലും ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ആര് പോവുകയാണെങ്കിലും ഈ ഗവി യാത്ര പോകുന്നവർ KSRTC ചൂസ് ചെയ്തുകൊണ്ട്, എന്നാൽ നമുക്ക് ഒരു ഉയരത്തിലിരുന്ന് പോകുന്നതുകൊണ്ട് നന്നായിട്ട് കാണാം. വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ട് കാണാം. അതാണിപ്പോൾ ഇത് KSRTCയിൽ പോയാലുള്ള ഒരു ഗുണമുള്ളത്. എന്തായാലും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കൃത്യമായി ഒരു പ്രൊഫഷണൽ വീഡിയോസൊന്നുമല്ല എടുത്തിട്ടുള്ളത്. വെറുതെ ജസ്റ്റ് പോകുന്ന വഴിയിലൊന്നിങ്ങനെ എടുത്തതാണ്. അതും എൻ്റെ മൊബൈലിൽ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്ലിയർ ഉണ്ടാവില്ല. എന്നാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ആരും ലൈക്ക് ചെയ്യുന്നില്ല. നമ്മളെ വീഡിയോക്കൊന്നും വലിയൊരു ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം. സാരമില്ല, നമുക്ക് ക്വാളിറ്റിയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇനിയും ചെയ്യാം. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ ഈ ചാനൽ. പിന്നെ പറയാനുള്ളത്, നമ്മൾ KSEB ക്യാൻറ്റീനിലെ ഭക്ഷണമൊക്കെ വളരെ ഉഷാറാട്ടോ. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. എന്നാൽ ഉള്ളതൊക്കെ വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയായിരുന്നു. ഞങ്ങൾ വെള്ളപ്പവും കടലക്കറിയൊക്കെയാണ് കഴിച്ചത്. വളരെ ഉഷാറാണ്. ആ കാടിനുള്ളിൽ അതൊരു പ്രത്യേക വൈബാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. ഏതായാലും പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തു വെക്കുക, അവിടെ KSEBയിൽ ഭക്ഷണം കിട്ടും. KSRTCയിലാണ് പോകുന്നുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയും, നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ തയ്യാറാക്കും. അങ്ങനെയാണ് ഡാമിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ മരങ്ങൾക്കിടയിലൂടെയാണ്. ഏതായാലും പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ ഓരോ മലകളും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഓരോ കാലാവസ്ഥ. ചില പല മലകൾ കയറി ഇറങ്ങിക്കൊണ്ട് പോവുകയാണ് ഈ ഗവി എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി. ഗവി എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഒരു ബസ് സ്റ്റോപ്പ് മാത്രം. അവിടെ ഈ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുതാണ്. കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്, വളരെ ദുർലഭം വീടുകൾ, അത്രേ ഉള്ളൂ. അതിന് ആദിവാസികളുടേതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗവിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബസ് സ്റ്റോപ്പ് മാത്രം, ഒന്നും കാണാനില്ല അവിടെ.
ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ മലകൾ കയറുമ്പോൾ ഓരോരോ കാലാവസ്ഥയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ചില മലകൾ കയറുമ്പോൾ ഭയങ്കര മഞ്ഞുണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു. ചില മലകൾ കയറുമ്പോൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ചില മലമടക്കുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാൽ ചിലയിടത്ത് കാര്യമായിട്ടുള്ള തണുപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. ഏതായാലും പല കാലാവസ്ഥകളിലൂടെ കടന്നു പോകും പോലെയാണ്. അങ്ങോട്ട് പോയപ്പോൾ കണ്ട അതേ ഡാമുകളാണ് തിരിച്ചു പോരുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ യാത്ര തിരിച്ച് ഇങ്ങനെ കുമളിയിലേക്ക് തന്നെ പോന്നുകൊണ്ടിരിക്കുകയാണ്. പാലമൊക്കെ നല്ല കറക്റ്റ് വീതിയുള്ളൂ കേട്ടോ. ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന റോഡുകളാണ്. തിരിച്ചു പോരുമ്പോൾ ഒരു സൈറ്റ് സീയിങ്ങിന് നിർത്തിയതാണ് ഈ സ്ഥലം. ഇത് ഡാമിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പാറ പൊട്ടിച്ചെടുത്ത പാറയാണ്. വലിയ തോതിൽ കാട്ടിൽ നിന്ന് പാറൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയ കൊക്കയാണ്. അതിൽ എപ്പോഴും ആന ഉണ്ടാവാറുണ്ടെന്ന് KSRTC ജീവനക്കാർ പറയുന്നുണ്ട്. എന്തോ ഞങ്ങൾ വന്നപ്പോൾ ആനയൊന്നും പുലിയൊന്നുമില്ല. ഈ വഴിയുള്ള യാത്ര കുറഞ്ഞ സമയമൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂടുതൽ സമയമുണ്ട്. ഞങ്ങൾ 6 മണിക്ക് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലൂടെ കുമളിയിലേക്ക് വരുന്ന ബസ്സിന് തിരിച്ച് ഒരു 3/4 ഭാഗത്തോളം കാട് കഴിഞ്ഞിട്ടാണ് അത് വണ്ടി ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് അതിൽ കയറിയിട്ട് തന്നെ ഞങ്ങളിവിടെ വണ്ടിപ്പെരിയാറിൽ വന്ന് ഇറങ്ങുമ്പോൾ 12:15 അപ്പോൾ കുറഞ്ഞ സമയമൊന്നുമില്ല. 6 മണിക്ക് കയറിയിട്ട് ഞങ്ങൾ നിൽക്കാതെ, കാരണം ആ വണ്ടി തിരിച്ചിങ്ങോട്ട് തന്നെ പോരുമ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി കണ്ട് നിർത്തിയതാണ്. അതേ ഞങ്ങൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ആ ബസ്സിലേക്ക് കയറി തിരിച്ചു വന്നു. അപ്പോൾ സമയം കുറേ ദൂരമുണ്ട്. 100 കിലോമീറ്ററിൻ്റെ ഒക്കെ മുകളിലുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഏതായാലും യാത്ര അടിപൊളി യാത്രയാണ്. ഒരു കാട്ടുയാത്രയാണ്, ഫുള്ളി കാട്, മറ്റൊന്നുമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് വണ്ടി അതാ പോകുന്നു. അവരും നടത്തുന്നുണ്ട് കേട്ടോ ഒരു ടൂറിസം യാത്ര ഒക്കെ. അത്യാവശ്യം ആളൊക്കെ അതിലുണ്ട്. കുറച്ച് പൈസ കൂടുതലാണെന്നുള്ളൂ. പിന്നെ ഈ സർവീസ് പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ ഗവിയിലൂടെ പോകുമ്പോൾ ഇത് ഒരു തപ്പാൽ വണ്ടി കൂടിയാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഓഫീസേഴ്സിനും ആ ഓഫീസുകളിലേക്കും അവരുടെ ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെയുള്ള പാല്, പത്രം മുതലായ സാധനങ്ങളൊക്കെ ഈ KSRTCക്ക് കൊടുത്ത് വിടുക. എന്നിട്ട് അവർ ഓരോ ഓഫീസിൻ്റെ മുന്നിലും പത്രം ഇടേണ്ടടുത്ത് അതിടും, പാല് കൊടുക്കേണ്ടടുത്ത് അത് കൊടുക്കും. അതങ്ങനെ ഒരു തപ്പാൽ വണ്ടി കൂടി ആയിട്ടാണ് ഇത് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഗവിയുടെ കാട് ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏകദേശം മൊട്ടക്കുന്നുകളൊക്കെ ആയി തുടങ്ങി. ഇനി കൂടുതൽ ദൂരം ഇനി കാട്ടിലൂടെ ഇല്ല. ഏകദേശം പുറത്തിറങ്ങാനായിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.